ഇടുക്കി ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 12 വയസ്സുകാരൻ അസ്വരേഷിനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ഫയർഫോഴ്സിന്റെ കോതമംഗലം, തൊടുപുഴ സ്കൂബ ടീമുകളാണ് പരിശോധന നടത്തുന്നത്. ടണലിനുള്ളിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയും നടത്തുന്നുണ്ട്. കാണാതായതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടുക്കി ഡാമിന്റെ ഭാഗമായ ഇരട്ടയാർ ടണൽമുഖത്ത് നിന്നും ഇന്നലെ രാവിലെയാണ് 2 കുട്ടികളെ കാണാതാവുന്നത്. ഇരട്ടയാറിലെ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളായിരുന്നു അതുൽ, അതുപോലെ തന്നെ സൗരേഷ് എന്നിവർ. അതിൽ അതുലിന്റെ മൃതദേഹം ഇന്നലെ തന്നെ ഈ ഒരു ഇരട്ടയാർ ടണൽമുഖത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ സൗരേഷിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ടണലിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിയുടെ മൃതദേഹം ടണലിൽ കുടുങ്ങി കിടപ്പില്ല എന്നുള്ളൊരു നിഗമനത്തിലൂന്നിയാണ് നിലവിൽ ഇപ്പോൾ ഈ അഞ്ചിരുളി മേഖലയിൽ ടണൽ അവസാനിക്കുന്ന ആ ഒരു മേഖലയിൽ നിലവിൽ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. 2 സ്കൂബ ടീമുകളാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതായത് ഇരട്ടയാർ ടണൽ മുഖത്ത് കോതമംഗലത്ത് നിന്നുള്ള സ്കൂബ ടീമും, അതുപോലെ തന്നെ ഈ അഞ്ചിരുളി ഭാഗത്ത് തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒരു സ്കൂബ ടീം കൂടെ നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതായത് ഈ ടണലിനുള്ളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിൽ നിന്നുമായി ഡ്രോൺ പറത്തി ഈ കുട്ടി ഇതിനുള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ ഈ ഇരട്ടയാർ ടണൽ മുഖത്തെ ഈ കനാലിൽ ഇറങ്ങുന്നത്. അവിടെ നിന്നും ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ അതുലും, അതുപോലെ തന്നെ കോതമംഗലം സ്വദേശിയായിട്ടുള്ള അതുലും, അതുപോലെ ഈ അപ്പു എന്ന് വിളിപ്പേരുള്ള സൂരീഷും ഈ ഒരു ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരു കുട്ടി ഈ ഇതിൽ നിന്ന് വെള്ളത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി രക്ഷപ്പെടുകയും ഈ കുട്ടി കരയ്ക്കെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കൂടുതൽ ആളുകൾ എത്തി പരിശോധനകൾ നടത്തിയത്. ആ സമയത്ത് തന്നെ ആ ടണൽ മുഖത്ത് നിന്ന് ആ ഒരു അതുലിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കൂടുതൽ പരിശോധന, ആഴത്തിലുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഒരു കാഠിന്യം, കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് നല്ല കാഠിന്യമുണ്ട്, കൂടാതെ നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ഈ ഭാഗത്ത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സ്വീകരിച്ചിട്ടുള്ളത്.